പ്രധാന വാർത്തകൾ. കൂത്താട്ടുകുളത്ത് വെള്ളപ്പൊക്കം. ഏതാണ്ട് 45ഓളം പേർ മരിച്ചു എന്നാണ് കൂത്താട്ടുകുളത്ത് നിന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. കൂത്താട്ടുകുളത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ബാബു ഇപ്പോൾ ലൈനിലുണ്ട്. ബാബു, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വെള്ളം ഏകദേശം എത്ര അടിയാണ് ഉയർന്നിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു? ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത്? ആ കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറയൂ ബാബു. നിതീഷ്, ഇവിടെ ഇപ്പോ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ചിപ്പ വെള്ളം കയറി എന്റെ കാൽപാദം വരെ എത്തിയിരിക്കുകയാണ്. ചിപ്പ വെള്ളം കയറി എന്റെ മുട്ട് വരെ എത്തി. ചിപ്പ വെള്ളം കയറി എന്റെ അര വരെ എത്തിയിരിക്കുകയാണ്. ചിപ്പ വെള്ളം കയറി എന്റെ ചെസ്റ്റ് വരെ എത്തി. ചിപ്പ വെള്ളം കയറി എന്റെ തോള് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പ വെള്ളം കയറി എന്റെ നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഇപ്പോൾ റിപ്പോർട്ട് നൽകിയ ബാബുവിന്റെ ശവസംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. ഇത്രത്തോളം വാർത്തകൾ പുരോഗമിച്ചിരിക്കുന്നു. ചാനലിൽ ഒരുപാട് അവതാരകരുണ്ട്. ഈ അവതാരകരെയൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള പല മിമിക്രിക്കാരും കാണിക്കാറുണ്ട്. നാളെക്കുറിച്ച് അറിയാൻ നമുക്കൊക്കെ വളരെ ആഗ്രഹമാണ്. നാളെ എന്താകും, എന്തായി തീരും എന്നറിയുന്നതിന് വേണ്ടി അതിന് നമ്മൾ ജ്യോത്സ്യന്മാരെ സമീപിക്കാറുണ്ട്. ഏഷ്യാനെറ്റിലൂടെ അനന്തം അജ്ഞാതം എന്ന പരിപാടിയിലൂടെ ശ്രദ്ധേയനായ ഒരു ജ്യോത്സ്യനുണ്ട്, ശ്രീ ആറ്റുകാൽ രാധാകൃഷ്ണൻ. അദ്ദേഹത്തെയും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വർഷത്തെ നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനവും എന്താണെന്നൊന്ന് കേൾക്കാം. നമസ്കാരം. അനന്തൻ അജ്ഞാതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇനിയുള്ള കാലം ആർക്കും അത്ര നല്ലതല്ല, പ്രത്യേകിച്ച് എനിക്ക്. ലഗ്നത്തിൽ വിഘ്നമാണ് കണ്ടുവരുന്നത്. ആയില്യം നഷ്ടക്കാർക്ക് ഈ ആഴ്ച എന്ത് കിട്ടിയാലും ആയില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. മലയാള സിനിമയിലെ ഗ്ലാമർ നടിയായ ഷക്കീലയ്ക്ക് ഈ വർഷം ലക്കല്ല. സിന്ധു ഒരു ജന്തുവായിട്ട് മാറും. അപ്പൊ ഈ നാളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അശ്വതി, രോഹിണി, കാർത്തിക കാലൊടിഞ്ഞ് വീട്ടിൽ കിടക്കുകയാണ്. അടുത്ത ആഴ്ച എഴുന്നേറ്റ് നടക്കും. ഭരണി പിള്ളേരുടെ കൈ കൊടുക്കരുത്, താഴെയിട്ട് പൊട്ടിച്ചു കളയും. പുതിയ സമയമോശമാണ്. അപ്പൊ അടുത്ത ആഴ്ച എന്നെ ആരും തല്ലിക്കൊന്നില്ലെങ്കിൽ വീണ്ടും കാണാം. നന്ദി, ശവസംസ്കാരം. അങ്ങനെ നമ്മുടെ ഈ അവതാരകൻ കടന്നുപോകും. ഇതേപോലെ ഒരുപാട് അവതാരകരുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവതാരകർ പെട്ടെന്ന് ഈ പ്രോഗ്രാം നിർത്തിക്കഴിയുമ്പോൾ നാളെ എന്ത് ജോലിക്കായിരിക്കും ഇറങ്ങി പുറപ്പെടുക? തീർച്ചയായിട്ടും അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ജോലിയായിരിക്കും അവർ പിന്നീട് ജീവിതത്തിൽ ചെയ്യുക. അങ്ങനെയുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിലൂടെ കണ്ണാടി എന്ന പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന TN ഗോപകുമാർ സാർ ഇപ്പോഴും അവതരിപ്പിക്കുന്ന അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ആ പ്രോഗ്രാം നിർത്തിയാൽ എന്റെ അഭിപ്രായത്തിൽ ഒരു കണ്ണാടി കടയായിരിക്കും ഇടാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോപകുമാർ സാർ ഒരു കണ്ണാടിക്കട നടത്തിയാൽ ആ കണ്ണാടിക്കടയിൽ എങ്ങനെയായിരിക്കും അദ്ദേഹം കച്ചവടം നടത്തുക? മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിക്കടയിലേക്ക് സ്വാഗതം. 16 രൂപ മുതൽ ഏതാണ്ട് 1600 രൂപ വില വരെയുള്ള കണ്ണാടികളാണ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലും പല വലിപ്പത്തിലുമുള്ള കണ്ണാടികൾ നിങ്ങൾക്ക് മേടിക്കാം. കച്ചവടം മോശമായതിനാൽ കട അടച്ചുപൂട്ടുന്നു. നന്ദി, നമസ്കാരം. മലയാള സിനിമയിലെ താരങ്ങളെ ഇതിനു മുമ്പ് പലപ്പോഴും ടിവിയിൽ പല രൂപത്തിലും ഭാവത്തിലും അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ താരങ്ങൾക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്കും ഈ വാഹനങ്ങളുടെ ഒരു പ്രത്യേക കമ്പം തന്നെയാണ്. പുതിയ പുതിയ കാറുകൾ ഇറങ്ങും മേടിക്കുക, അതിനൊരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ താരങ്ങളും രാഷ്ട്രീയക്കാരും നാളെ ഒരു ട്രെയിൻ മേടിക്കാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ എന്തായിരിക്കും ആ ട്രെയിനിന്റെ ഒരു പ്രത്യേകത? തീർച്ചയായിട്ടും നമ്മുടെ താരങ്ങളുടെയും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുടെയും സ്വഭാവത്തിനൊപ്പം ചേർന്ന് അവരുമായിട്ട് എന്തെങ്കിലും ഒരു സാമ്യം ഈ ട്രെയിൻ ഉണ്ടാവും. മലയാള സിനിമയിലെ നമ്മുടെ പ്രിയങ്കരനായ നടൻ ജനാർദ്ദനൻ ചേട്ടൻ ഒരു ട്രെയിൻ മേടിക്കുകയാണ്. ആ ട്രെയിൻ തീർച്ചയായിട്ടും പോകുന്നത് അദ്ദേഹവുമായൊരു സാമ്യം ഉണ്ടാവും. നമുക്ക് ആ ട്രെയിൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തീർച്ചയായിട്ടും ഈ ഒരു രൂപത്തിലായിരിക്കും പോകുന്നത്. അന്തരിച്ചുപോയ നരേന്ദ്രപ്രസാദ് സാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹവും വാങ്ങിയേനെ ഒരു ട്രെയിൻ. ആ ട്രെയിൻ പോകുന്നത് എങ്ങനെയായിരിക്കും? അന്തരിച്ചുപോയ കുതിരോട്ടം ചേട്ടനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹവും ഒരു ട്രെയിൻ മേടിച്ചേനെ. ആ ട്രെയിൻ ആണെങ്കിലോ
തീർച്ചയായിട്ടും മാമുക്കോയ്ക്ക് ഉണ്ടാവുമല്ലോ ട്രെയിൻ മേടിക്കണമെന്ന് ആഗ്രഹം. നല്ല അസൽ ട്രെയിനാണ്. പക്ഷെ ഒരു കുഴപ്പം, അദ്ദേഹത്തിന്റെ മുഖം പോലെ തന്നെ ഫ്രണ്ട് കുറച്ചിങ്ങനെ ഉന്തിയതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ട്രെയിനാണ്. നമുക്ക് ആ ട്രെയിൻ ഒന്ന് കാണാം. വർത്താനേ തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാർക്കും ഉണ്ടാവില്ലേ ഒരു ട്രെയിൻ മേടിക്കുവാൻ ആഗ്രഹം. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി സാർ ഒരു ട്രെയിൻ മേടിക്കുകയാണ്. ആ ട്രെയിന് വളരെയധികം പ്രത്യേകതയുണ്ട്. ചേർത്തലയിൽ നിന്നും മണിക്കൂറിൽ 1 കിലോമീറ്റർ മാത്രം സ്പീഡിൽ പോകുന്ന, ന്യൂഡൽഹിക്ക് പോകുന്ന വളരെ സൈലന്റ് ആയിട്ടൊരു ട്രെയിൻ. നമ്മുടെ കർണാടക സാറിനുണ്ടാവില്ല ഒരു ആഗ്രഹം, മണിക്കൂറിൽ 3500 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വല്ലാത്ത ട്രെയിൻ. ഇവരൊക്കെ ഒരു ട്രെയിൻ മേടിക്കുമ്പോ നമ്മുടെ അച്യുതാനന്ദൻ സാറ് തീർച്ചയായിട്ടും ഭരണത്തിൽ കയറിയെങ്കിലും അദ്ദേഹം ട്രെയിൻ മേടിക്കില്ലേ. ട്രെയിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാ കമ്പാർട്ട്മെന്റും ഓക്കെയാണ്. പക്ഷെ ഇടയ്ക്ക് ചില കമ്പാർട്ട്മെന്റ് മാത്രം കുറച്ച് വലിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, അതിവേഗം ബഹുദൂരത്തിൽ പുതുപ്പള്ളിയിൽ നിന്ന് കോട്ടയം വരെ പോകുന്ന ഒരു വല്ലാത്ത ട്രെയിൻ. ആദ്യത്തെ ഈ സ്വീകരണത്തിന് നന്ദി. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.